നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. സഖാവാണ് എന്ന് വീമ്പിളക്കിക്കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കാൻ പോകുന്ന സാധാരണക്കാരായ സഖാക്കന്മാർക്കൊരു മുന്നറിയിപ്പാണ്. കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അപകടത്തിൽ 2 പേർ മരണപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു അപകട വാർത്തയായി മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലിന്റെ പേരിൽ കുറ്റക്കാർ രക്ഷപ്പെടുകയും പാവപ്പെട്ട 2 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിനേക്കാൾ ഉപരി പോലീസ് സംവിധാനങ്ങളടക്കം പിടിപാടുള്ള ആളുകൾക്ക് വേണ്ടി നിയമത്തെ പോലും അട്ടിമറിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയുമാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് കിളിമാനൂരിൽ നിന്ന് പുറത്തു വരുന്നത്. ശ്രീജിത്ത് അംബിക ദമ്പതികൾ കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ജനുവരി 3-ാം തീയതി ഉണ്ടായിട്ടുള്ള അപകടത്തിൽ പ്രതികളെ പിടിക്കാനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം നാട്ടുകാർ വിവരങ്ങൾ കൈമാറിയിട്ട് പോലും പോലീസ് ഇതിൽ മെല്ലെപ്പോക്ക് നടത്തുന്നു. കഴിഞ്ഞ ദിവസം ചികിത്സയിലായിരുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവ് മരണപ്പെടുകയും ചെയ്യുന്നു. ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് പോലും വലിയ ഗുരുതര വീഴ്ചകളാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുകയാണ് നാട്ടുകാർ. കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ വ്യക്തമാക്കുകയാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് എന്താണോ സാധ്യമായിട്ടുള്ള എല്ലാ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്നല്ല, ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യമാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 2 പേരാണ്. രജിത്തും അംബികയെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്തവരാണ്. അവരെ വന്ന് ഇടിച്ച് കൊലപ്പെടുത്തിയത് എന്ന് തന്നെ പറയണം. ഇത് വെറും കേവലം ഒരു അപകടം എന്നുള്ള രീതിയിൽ എഴുതി തള്ളാനൊന്നും പറ്റത്തില്ല. ഇതൊരു കൊലപാതകം തന്നെയാണ്. ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കുന്നത് പോലീസ് ആണെങ്കിലും ഭരണ സംവിധാനം ആണെങ്കിലും അവർക്കെതിരെയുള്ള പ്രതിഷേധം നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും, മനസാക്ഷിയുള്ള എല്ലാവരും ചേർന്ന് ചെയ്യും. ഇവിടെ 2 നീതിയാണ് നടപ്പാക്കപ്പെടുന്നത്. പൈസ ഉള്ളവർക്ക് ഒരു നീതി, പൈസ ഇല്ലാത്തവർക്ക് ഒരു നീതി. തീർച്ചയായിട്ടും അന്ന് ആക്സിഡന്റ് പറ്റി ഇത് കൊണ്ടുപോകുമ്പോൾ അംബിക സിങ്കിങ് സ്റ്റേജിലായിരുന്നു. അംബിക 5% പോലും ഒരു രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ആ ദിവസം മുതൽ ഇത് ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ പോവുകയും ഡോക്ടറോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അന്ന് മുതൽ അംബിക മരിക്കുന്നത് വരെയും 1% പോലും ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടില്ല. മരുന്നുകളോട് പ്രതികരിച്ചിട്ടില്ല. അൺകോൺഷ്യസ് ആയിരുന്നു. ഡോക്ടർമാർക്ക് 100% ഉറപ്പായിരുന്നു, 99% ഉറപ്പായിരുന്നു കിട്ടൂല എന്നുള്ളത് ജീവനോടെ. പക്ഷേ അങ്ങനെ ഉള്ള ഒരാളിനെയാണ് അതിൽ വണ്ടിയിലിരുന്ന 3 പേരും കുറ്റക്കാരാണ്. ഡ്രൈവ് ചെയ്ത ആൾ ഒരു പക്ഷെ കൂടുതൽ കുറ്റക്കാരനായിരിക്കാം ഡ്രങ്ക് ആൻഡ് ഡ്രൈവില്. പക്ഷെ കൂടെ ഇരുന്നവരും അതിന്റെ കൂടെ കൂടിയ ആളുകളാണല്ലോ, അവരും തെറ്റുകാരാണ്. ആ തെറ്റുകാരനെ അല്ലേ കിട്ടിയത്. ആ കുറ്റക്കാരനെ കിട്ടുമ്പോൾ കേവലം സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് ഇത്ര നിസ്സാരമാണ് ഒരാളുടെ ജീവൻ എന്ന് പറയുന്നത്. ഒരാൾ അവിടെ ജീവനും മരണത്തിനും ഇടയിൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തത്. എന്തുകൊണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല ഇയാളെ? അതല്ലേ അതിന്റെ കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് രക്ഷപ്പെടാനുള്ള അവസരമാണ് പോലീസ് ഉണ്ടാക്കി കൊടുത്തത്. അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് അറിയാം. അത് യൂണിഫോമിന്റെ ബലമാണോ, അത് പൈസയുടെ ബലമാണോ, അത് രാഷ്ട്രീയ ബന്ധത്തിന്റെ ബലത്തിലാണോ പോലീസ് ഇത് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ടും ഈ CIA വെച്ചുകൊണ്ട് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു നീതിയും ഈ കുടുംബത്തിന് കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഈ CIA മാറ്റി നിർത്തിക്കൊണ്ട് ഉന്നതമായ പോലീസ് അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ 2 കുട്ടികളുടെ അനാഥരായിരിക്കുകയാണ് അച്ഛനും അമ്മയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കുടുംബം ഇല്ലാതായിരിക്കുകയാണ്. ഈ കുട്ടികളുടെ ഭാവി എന്താണ്? ഇതിന് കൃത്യമായിട്ട് ഗവൺമെന്റ് ഉത്തരം പറയണം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പോലീസിലാണ് ഇത്രയും അനാസ്ഥ നടന്നേക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ കുട്ടികളുടെ സംരക്ഷണം ഗവൺമെന്റ് ഏറ്റെടുക്കണം. അവരുടെ വിദ്യാഭ്യാസവും മറ്റു ചെലവുകളും ഗവൺമെന്റ് ഏറ്റെടുക്കണം. കുറ്റക്കാരായവരെ നിയമത്തിന്റെ 3-ാം തീയതി നടന്ന സംഭവമാണ്. ഇന്ന് എത്രയായി തീയതി? ഇത്രയും ദിവസമായിട്ടും കേരള പോലീസിന് ഈ ഒരു പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊണ്ടി മുതൽ മെനിങ്ങാന്ന് കത്തിച്ചേക്കുവാണ് ജീപ്പ്. അപ്പൊ ഇത്രയും സംഭവവികാസങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഈ അനങ്ങാപ്പാറ നയം സ്വീകരിക്കണമെന്ന് അറിയണം. ഇനി ഇതിന് കൃത്യമായ ഇടപെടൽ ഇവിടെ മന്ത്രി MLA വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നടപടി കൃത്യമായിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോകും. ഞങ്ങള് അത് തീരുമാനിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് അവര് വിചാരിക്കാത്ത തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്കായിരിക്കും പോവുക. കാരണം ഇവിടെ 2 പേരോ കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടേക്കാണ്. ഒരു തെറ്റും ചെയ്യാത്തവര്. ഈ വാഹനത്തിലെ 3 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് CCTV ക്യാമറയിൽ 3 പേരുണ്ട്. പക്ഷെ പോലീസിന് വ്യക്തമാവുന്നില്ല എന്നാണ് പറയുന്നത്. 3 പേരില്ല, ഒരാളെ ഉള്ളൂ എന്നുള്ള രീതിയിലാണല്ലോ പോലീസ് പറയുന്നത്. പക്ഷെ ഇത് 3 മണിക്കാണ് നടക്കുന്നത്. നല്ല പകൽ വെളിച്ചത്തിൽ നടന്ന സംഭവമാണ്. അവിടെ ഉള്ള ആളുകളെല്ലാവരും കണ്ടതാണ് ഇതിന്റെ അകത്ത് 3 പേരുണ്ട് എന്നുള്ളത്. ഈ ബൈക്കിൽ വന്ന് ഇവര് സൈഡിൽ കൂടെ പോകുമായിരുന്നു. ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പൊ ബൈക്കിൽ വന്ന് ഇടിക്കുന്നു. ഇവര് 2 പേരും താഴെ വീഴുന്നു. എന്നിട്ട് റിവേഴ്സ് എടുത്താണ് ഇവരുടെ ദേഹത്തൂടെ ഈ ഇത് കേട്ട്. എന്നിട്ട് ഈ ബൈക്കും ഈ അംബികയും കൊണ്ട് 400 മീറ്റർ ഓടിച്ചു പോകണം. ഇതൊക്കെ എവിടെ നടക്കുക? ഇതെന്താ സിനിമയാണോ?
തിരക്കഥയിൽ വെക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇത് മനുഷ്യന്റെ ജീവിതമല്ലേ, 2 കുട്ടികളല്ലേ അനാഥരായത്. അപ്പൊ അതിന് എതിരെ നാട്ടുകാരും മനസാക്ഷിയുള്ള ആരും അതിനെതിരെ പ്രതികരിച്ചു പോകും, ആരും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ പോലീസ് ഇത്രയും മനസാക്ഷി ഇല്ലാത്തവരായും അവരും ഈ കൊലപാതകത്തിൽ പ്രതികളാവുന്ന രീതിയിൽ കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. നീതി ഈ കിട്ടണം വാഹനത്തില് 3 ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒന്ന് പോലീസ് യൂണിഫോമിലുള്ളത്, ഫയർഫോഴ്സിന്റെയോ പോലീസിന്റെയോ യൂണിഫോമിലുള്ളതായിരുന്നു എന്ന് കണ്ട നാട്ടുകാർ പറയുന്നുണ്ട്. അതൊക്കെ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വണ്ടി പോലും തെളിവ് തൊണ്ടി മുതലാണ്. ഇതിന്റെ അകത്ത് വണ്ടി ഇടിച്ച് ചതഞ്ഞതിന്റെയും മറ്റ് രക്തക്കറകളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ആ വണ്ടി ഇന്നലെ കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, മെനിങ്ങാന്ന് കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ക്രിമിനൽ ബുദ്ധിയോട് കൂടിയാണ് ഇതിൽ ഉള്ള ആളുകൾ ഇപ്പൊ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. പോലീസ് മൊഴിയെടുക്കാനേ വന്നിട്ടില്ല. 4ന്റെ അന്ന് ഞാൻ പോലീസ് 3ന്റെ അന്ന് എന്റെ അനിയത്തി മരിച്ച് 3ന്റെ അന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി പോയി. ചെന്ന് ഞാൻ ചോദിച്ചു, ഞാൻ ഇതേ വേഷത്തിൽ തന്നെയാണ് ചെല്ലുന്നത്. ഞാൻ ചോദിച്ചു, സാറേ ഇതുവരെ പിടിച്ചില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല പിടിക്കാൻ പറ്റില്ല, നോട്ടീസ് ഇട്ടിരിക്കുകയാണ്. നാട്ടുകാർ പിടിച്ച് സാറിന്റെ കൈ കൊണ്ട് തന്ന പ്രതിയെ വിട്ടയച്ചിട്ട് അപ്പോഴെന്റെ പറഞ്ഞു, ഒരു പ്രതിയെ പിടിച്ച് നാട്ടുകാർ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അനിയത്തി അന്ന് മരിച്ചിട്ടില്ല, അപ്പൊ പിന്നെ എനിക്ക് 24 മണിക്കൂറെ വെച്ചേക്കാം, അവൾ വിട്ടയച്ചിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, സാർ അപ്പോഴും ജാമ്യം കൊടുത്ത് വിട്ടപ്പെടുത്തേന് എന്തുകൊണ്ട് പ്രതിയെ എപ്പോഴും കിട്ടണമെന്ന് പറഞ്ഞിട്ടില്ല? പ്രതിയെ ഇങ്ങനെ കിടക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന രോഗി മരിച്ച പ്രതി കിട്ടണമെന്നുള്ള രീതിയിലല്ലേ സാർ? അതൊന്നും എനിക്കറിയണ്ട, എന്റെ ജോലിയല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ നിങ്ങളെ ജോലിയല്ല, ഈ കൊച്ചുങ്ങൾക്ക് നീതിയില്ലാതെ എന്തുകൊണ്ട് ഇത് കാണിച്ച്, എന്നിട്ട് മരിച്ചിന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീട്ടിൽ മൊഴിയെടുക്കുന്നില്ല? മൊഴിയെടുക്കാൻ വേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളെ വീട്ടിലെ മൊഴിയെടുക്കാനും നിങ്ങളെ പിന്നെ ആളുകളെ സംരക്ഷിക്കലും അല്ല എന്റെ ജോലി, എനിക്കതിന് അവകാശമില്ല. അപ്പോഴും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഈ പ്രതിയെ ഈ 3 ദിവസമായിട്ട് കാണുന്നില്ല എന്ന് പറയാൻ നോട്ടീസ് ഇടേണ്ട കാര്യം എന്താന്ന് ചോദിച്ചപ്പോഴാണ് ആ സാറിന്റെ ഒക്കെ പറഞ്ഞു, എനിക്കിത് പരിഹരിക്കേണ്ടതല്ല എന്റെ ജോലി, എനിക്ക് വേറെയാണ് ജോലി, നിങ്ങൾ ആരോ തെറ്റിദ്ധരിച്ചാണ്, ഇവിടെ അങ്ങനെ ഒരു മരണം നടന്നിട്ടില്ല, നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരി പുറത്തിറങ്ങിയിരിക്കാം, പക്ഷെ നമ്മുടെ ഈ കൊച്ചുങ്ങളെയും തള്ളയും കൊണ്ട് ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം വരെ വന്നില്ലെങ്കിൽ നമ്മൾ നാളെ നേരം വിളിക്കുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ SI എന്നെ വിരട്ടി താഴെ ആക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, എന്നെ വിരട്ടിൽ പോകണമല്ല ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുറ്റത്തിറങ്ങി, നമുക്ക് വേറെ 1-2 പേരാ ഉണ്ടായിരുന്നു. അപ്പൊ മുറ്റത്തിറങ്ങി നിന്നപ്പോഴത്തേന് നമ്മൾ കാണാതെ പിന്നെ ജീപ്പ് കൊടുത്ത് ഇവിടെ വന്നു 1.5 മണിക്കൂർ ഇവിടെ വന്ന് സംസാരിച്ചു. പക്ഷെ ഇവര് സംസാരിച്ചതോ നമ്മൾ സംസാരിച്ചതോ അല്ല, അവർ മൊഴിയെടുത്ത് കൊണ്ടുപോയി രേഖപ്പെടുത്തിയത്. അവര് കൃത്യമായിട്ട് കിളിമാനൂർ സ്റ്റേഷനിലെ SIയും സർക്കിളും പൈസ മേടിച്ചു കൊണ്ടുള്ള മറിയാണ്. അത് ജീപ്പ് പിടിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ജീപ്പ് പിടിച്ചിട്ടിരിക്കുന്ന ഞാൻ ജീപ്പ് പിടിച്ചിട്ട് എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്ന? ജീപ്പ് മാത്രം. അപ്പൊ ജീപ്പ് കിട്ടിയപ്പോ ആളിനെ കിട്ടിയില്ലേ? അത് അവരുടെ ജീപ്പല്ല, വർക്ക്ഷോപ്പ് എന്നിട്ടാണ്. മോലാളി വേറെയാണ്. മോലാളി വേറെ ആ ജീപ്പ് ഓടിച്ച ആളാണെന്ന് സാറിന്റെ ഒക്കെ അവര് പറയണം. അത് അവരങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ തിരക്കുമ്പോ അവര് വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കിട്ടിയ ഐഡന്റി കാർഡ് ആരൊക്കെയുള്ള ഒരു ഐഡന്റി കാർഡ് അതിൽ കിടന്നതാണെന്ന് ജീപ്പില്? ആരൊക്കെയുള്ള ഒരു ഐഡന്റി കാർഡ്? ഫയർ സർവീസിൽ ജോലിയുള്ള ആളിന്റെ ഐഡന്റി കാർഡ് ഏതെങ്കിലും ജീപ്പിൽ ഊരി എറിയുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അയാൾക്ക് അത് ജോലി ചെയ്യണമെങ്കിൽ ആ ഐഡന്റി കാർഡ് വേണം. അപ്പോഴും നമ്മളെ അറിവില് പോലീസിന്റെ ചിലപ്പോ ഈ വിവരമില്ലാത്ത അറിവില്ലാതുണ്ടായിരിക്കും അവർ ഐഡന്റി കാർഡ് തൂരെറിയുമെന്ന്. നമ്മളെ അറിവില് ഐഡന്റി കാർഡ് എന്ന് പറയുന്ന അവരുടെ ജീവിതമാർഗമാണ്, അവർ കളയത്തില്ല. നമുക്ക് ജീപ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് കിട്ടിയ ഐഡന്റി കാർഡാണ് നമ്മൾ പറയുന്നത്. ഈ വീഡിയോ എല്ലാം കാണിച്ചിട്ടും പോലീസ് അത് കാണാനോ ഒന്നിനും നിന്നില്ല. ഇത്രയും ദിവസമായി, ഇന്ന് 13ാമത്തെ ദിവസമാണ് എന്റെ അനിയൻ മരിക്കുന്നത്. അനിയൻ മരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഞായറാഴ്ച മെഡിക്കൽ കോളേജ് കൊണ്ട് ചെന്നപ്പോൾ സ്റ്റിച്ചും എടുത്തിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അവന് ശ്വാസം മുട്ട് സഹിക്കാൻ വയ്യ, നെഞ്ചുവേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സ ചെയ്തില്ല. മെഡിക്കൽ കോളേജ് പോലീസും ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ഈ പോലീസും ഈ പ്രതിയുമായിട്ടുള്ള സംഭാഷണം അവരുടെ കൈക്കൂലിയുമാണ് അത്രയും ചെയ്തത്. ഒരു രോഗിയെ മെഡിക്കൽ കോളേജ് കൊണ്ട് ചെന്നിട്ട് സർക്കാർ ആശുപത്രി, നമുക്ക് നിവർത്തിയില്ല, സർക്കാർ ആശുപത്രി കൊണ്ട് ചെല്ലുന്ന ആ ഡോക്ടർ ചികിത്സിച്ചില്ല. നമ്മൾ ഇവിടെ വന്നപ്പോൾ നെഞ്ചുവേദന സഹിക്കാൻ പോയി നമ്മൾ നിലമേ ആശുപത്രി കൊണ്ടുപോയി. നിലമേ സജീവ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് എക്സ്റേ എടുക്കാം. പിറ്റന്നുകൊണ്ട് എക്സ്റേ എടുക്കുമ്പോൾ 3 പൊട്ടലുണ്ട്, നടുവിനും പൊട്ടലുണ്ട്, നട്ടലിനും പൊട്ടൽ. അവന് കാലുകൊണ്ട് ഇഴിച്ചിരിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. അപ്പൊ നട്ടലിനും പൊട്ടലുണ്ട്, പിന്നെ 3 പൊട്ടൽ വാരിയലുണ്ട്. പിറ്റന്ന് സ്കാൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പോഴും സ്കാൻ ചെയ്ത് കാണിച്ചാൽ നാളെ പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ കയറുമ്പോഴാണ് മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഉപരോധനത്തിൽ പോയപ്പോഴത്തേന് ഒരു പോലീസുകാരൻ വൃത്തികെട്ട ഭാഷ പറഞ്ഞിട്ട്, നമുക്ക് വെളി കേൾക്കാൻ കൊള്ളാത്ത ഭാഷ, നമ്മളെ ഫോട്ടോ എടുത്തപ്പോഴാണ് പറഞ്ഞ നമ്മള് ഏത് ഫോട്ടോ എടുത്താലും കുഴപ്പമില്ല, നമ്മളിത് അറിഞ്ഞുകൊണ്ട് തന്നെ വരണം, നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ. നമ്മക്കുള്ള നീതി നമുക്ക് നോക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് നീതി ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു പോലീസുകാരൻ വൃത്തികെട്ട ഭാഷ പറഞ്ഞിട്ട് പോടി എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയാൻ പണ്ടത്തെ കാലത്ത് പറയുമായിരിക്കും വിവരമില്ലാത്ത പോലീസ്. ഇന്നത്തെ കാലത്ത് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു കേൾക്കാൻ വയ്യാത്ത വാക്ക് പറഞ്ഞ് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? അയാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കാൻ യാതൊരു ഇതുമില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കാൻ പാടില്ല അയാളെ.
ഈ CI SI-രെയും ഇന്ന് വരെയുള്ള പിന്നെ അറ്റാക്ക് നടന്ന അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പരിശോധിച്ചാൽ അവരുടെ മൊബൈൽ പരിശോധിച്ചാൽ അറിയാം അവരെ എത്ര പേര് വിളിച്ചെന്ന്, അവരെ എത്ര ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാണിക്കുന്ന എല്ലാവരും. ഇന്നലെ ഇവിടെ വന്ന ചിഞ്ചുറാണി എന്ന മന്ത്രി, അവരിന്ന് 14 ദിവസമായി. ഇന്നലെ എന്റെ അനിയത്തി മരിച്ചിട്ട്, അവർ ഈ ചായക്കോട്ടാണ് താമസിക്കുന്നത്, നടന്നാലും ഇവിടെ വരാം. നമ്മൾ വരും എന്ന് പറയുന്നല്ല, അവർ വന്നില്ല. ഇന്നലെ ഇത്രയും പ്രശ്നങ്ങളായപ്പോ അവരും വന്നു. എല്ലാ രാഷ്ട്രീയക്കാരും ഇന്നലെ ഇവിടെ വന്നു. ഇന്നലെ വരെ ആ രാഷ്ട്രീയക്കാർ ആരും ഇവിടെ കയറിയിട്ടില്ല. ഒരു കൊച്ചിന്റെ ജീവന് വില, 29 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ജീവന് വില അവർ ഇന്ന് പോലെ കഴിപ്പിച്ചിട്ടില്ല.